കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ പകൽക്കാലം നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയ സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തേജോമനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ നല്ല പകൽക്കാലം നമ്മുടെ മധ്യേ ഉള്ളത് നമുക്ക് ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ അനുഭവിച്ചറിയുവാൻ ഇടയാക്കുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളെങ്ങനെ വീണ്ടും അഭിസംബോധന ചെയ്യുവാൻ ഒരു സാവകാശം തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടും ദൈവസഭയോടുമുള്ള നന്ദി ഇത്തരണത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ദൈവദാസൻ പറഞ്ഞ പോലെ, എൻ്റെ ഭാര്യ പൊന്നം പറഞ്ഞതുപോലെ, ദീർഘനാളുകൾ ന്യൂയോർക്കിൽ താമസിച്ചതിന് ശേഷം ഞങ്ങളുടെയൊക്കെ 2 മക്കളാണ്. അതിൽ ഇളയ മകൾ റൗണ്ട് റോക്കിലാണ് താമസിക്കുന്നത്. ഒക്കെ ഒരു കുഞ്ഞുണ്ടായതുമായുള്ള ബന്ധത്തിൽ ഒരു ചെറിയ സഹായം ആകുമെങ്കിൽ എന്ന് കരുതി ഞങ്ങളിങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ക്രമീകരണത്തിലാണ്. മിനിഞ്ഞാന്നൊരു ഭവനത്തിൻ്റെ ക്ലോസിംഗ് നടക്കാൻ കഴിഞ്ഞു. ചില മാസങ്ങളിലൂടെ ന്യൂയോർക്കിലായിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. അവിടുത്തെ ഭവനം വിൽക്കണം, ബാക്കി ജോലിയുമായുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ടുണ്ട്. ഞങ്ങളിവിടെയൊക്കെ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറുവാൻ വലിയവനായ ദൈവം സഹായിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ നല്ല സന്തോഷമുള്ള ചിരിക്കുന്ന മുഖങ്ങളെ ഒരിക്കൽ കൂടി കാണുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സ്റ്റേറ്റിൽ, ഈ പട്ടണത്തിൽ കർത്താവ് ഏൽപ്പിച്ച ഒരു വലിയ ശുശ്രൂഷ ചെയ്തു തീർക്കുവാൻ ദൈവം കൊടുക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കുമായി കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം ഈ പകൽക്കാലം മഹത്വം എടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 114 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം കർത്താവിൻ്റെ ദാസന് വായിച്ച് കഴിഞ്ഞ ഉടനെ അതിനെ കോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ആ ചിന്തയുമായിട്ടാണ് ഈ കടന്നു വന്നത്. പക്ഷേ കർത്തൃദാസൻ ആ ഭാഗം എടുത്തപ്പോൾ ആ വേദവാക്യത്തിൽ പ്രത്യേകം നമ്മൾ വായിച്ചത്, അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീറുറവും ആക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പാറ എങ്ങനെ ജലതടാകമായി മാറുന്നത്? നമ്മുടെ ഭാവനയിലൊന്ന് കണ്ടു നോക്കിയേ, നമുക്കതങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ആ പാറ ജലതടാകമാകണമെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ മാത്രമേ പാറയ്ക്ക് അതൊരു ജലതടാകമായിട്ട് മാറാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ മാനുഷികമായ നിലയിൽ ഒരിക്കലും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ, മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നടന്ന അത്ഭുതം അതുതന്നെയാണ്. തേജോമനായ ദൈവത്തിൻ്റെ സാന്നിധ്യം മരുഭൂമിയിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരെ പരിപാലിക്കുവാൻ, അവരെ പോഷിക്കുവാൻ, അവർക്ക് വേണ്ട ആത്മീകവും ഭൗമികവും ശാരീരികവുമായ നന്മകൾ നൽകിക്കൊടുക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളുടെ ഒരു ചെറിയ ചിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ആ വാല് പിടിച്ച് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കറിയാം 18 പ്രവചന പുസ്തകങ്ങളാണുള്ളത്. അതിൽ 17 പ്രവചന ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിലാണ്. യെശയ്യാ പ്രവചനം തുടങ്ങി പിന്നെ താഴേക്ക് വരുന്ന പുസ്തകങ്ങളെല്ലാം പ്രവചന പുസ്തകങ്ങളാണ്. പുതിയ നിയമത്തിൽ ഒരേ ഒരു പ്രവചന പുസ്തകം വെളിപ്പാട് പുസ്തകം. അതിൽ ആദ്യത്തെ പ്രവചന പുസ്തകമായ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് നമുക്കൊന്ന് വായിക്കാം പെട്ടെന്ന്. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നു, പ്രിപ്പയർ യീ ദ വേ ഓഫ് ദ ലോർഡ്, മേക്ക് സ്ട്രേറ്റ് ആൻഡ് ദ ഡെസേർട്ട് എ ഹൈവേ ഫോർ അവർ ഗാഡ്. നമ്മൾ ഈ ഭാഗം നോക്കുമ്പോൾ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോയാൽ സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലും യോഹന്നാൻ കടന്നു വന്നത് എന്തിനാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലെടുത്ത് പറയുന്നുണ്ട്.
യോഹന്നാൻ കടന്നു വന്നതിൻ്റെ പ്രധാന കാരണമായി നമ്മളവിടെ കാണുന്നത് മത്തായി 3:3 നമ്മൾ കാണുന്നുണ്ട്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്. പിന്നെ പറയുന്നത് കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പം ദൈവത്തിന് വേണ്ടി ഒരു വഴി ഒരുക്കുവാൻ, അതിനാണ് യോഹന്നാൻ കടന്നു വന്നത്. ആ യോഹന്നാൻ കടന്നു വന്ന കർത്താവിനെ കണ്ട ഉടനെ വിളിച്ചു പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് കടന്നു വന്നത് എന്ന് താൻ വിസ്തരിക്കുന്ന ഭാഗം നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭയിലുണ്ടായ ആത്മീക ഉണർവ് ഇന്നത്തെ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിലെ സഭയിൽ കടന്നു വന്നാൽ 21-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കുള്ളിലായിരിക്കുന്ന മിക്കവരും സഭയ്ക്കുള്ളിൽ നിന്ന് ഓടി മാറിക്കളയും. കാരണം അതാണ് 1-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രവൃത്തി. ആ 1-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രവൃത്തി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ പാറകൾ ജലതടാകമായി മാറ്റപ്പെടുന്നത് നമുക്ക് കാണാനായി കഴിയും. കാലങ്ങളായി നമ്മളായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ കടന്നു വന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആത്മീയതയെ നമ്മൾ വിലയിരുത്താറുണ്ട്. അതിൽ നിന്ന് നമ്മൾ അല്പം താഴേക്ക് പോയാണ് നമ്മൾ മിക്കവാറും പോകാറുള്ളത്. അതിൻ്റെ മുകളിലേക്ക് പോകില്ല. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്കറിയാം നമ്മളവിടെ കംഫർട്ടബിളാണ്. അതിനേക്കാൾ കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ള മറ്റൊരു തലം നമ്മൾ അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മുന്നോട്ട് പോകാനായി കാലങ്ങളായി നമ്മളായിരിക്കുന്ന അവസ്ഥകൾ അത് ശരിക്കും വചനപ്രകാരം ആത്മീകമായി ശരിയാണ് എന്നുള്ള ബോധ്യം നമുക്കായി തീരുമ്പോൾ നാം 1-ാം നൂറ്റാണ്ടിൽ കാണുന്ന ഉണർവ് എന്ന് പറയുന്നത് നമുക്കത് സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതിന് കുറച്ച് വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കേണ്ടി വരുന്നതിൽ നിന്നും മാറി നിൽക്കാമെങ്കിൽ ഇന്ന് നാം കടന്നു പോകുന്ന പല അവസ്ഥകളിലൂടെ നമുക്ക് സുഗമമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷേ നമുക്ക് വില കൊടുക്കുവാൻ പലപ്പോഴും കഴിയാതെ വരുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോയാൽ കുഴപ്പമില്ല എന്ന ഒരു ചിന്ത നമ്മെ പലപ്പോഴും, എന്നെയും നമ്മളെ ഓരോരുത്തരെയും ഭരിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ തലത്തിൽ തന്നെ പോകും, എനിക്ക് കുഴപ്പമില്ല, പ്രയാസമില്ല, ഇങ്ങനെ പോയാൽ മതി എന്ന ഒരു നിലവാരത്തിൽ നമ്മൾ കടന്നു പോകും. പക്ഷേ ഇവിടെ പറയുന്നത് ദൈവത്തിന് വേണ്ടി ഒരു പെരുവഴി, ഒരു ഹൈവേ ഉണ്ടാക്കണം. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരാൻ. അപ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം നമ്മുടെ മധ്യേ ഇറങ്ങി വരണമെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു ഹൈവേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്തുവാ ഹൈവേ? നമുക്കറിയാം, ഹൈവേ എന്ന് പറഞ്ഞാൽ കുണ്ടും കൊഴിയുമൊന്നുമില്ലാതെ സമതലമായി വിശാലമായി കിടക്കുന്ന ഒരു വഴിയാണ് നമ്മൾ ഹൈവേ എന്ന പേരിൽ നമുക്ക് പൊതുവിൽ കാണാനായി കഴിയുന്നത്. സാധാരണ റോഡുകളിൽ നിന്നും അല്പം ഉയർന്ന തലത്തിൽ നേരിട്ട് കിടക്കുന്ന വലിയ വളവുകളൊന്നുമില്ലാത്ത കുണ്ടും കുഴിയുമൊന്നുമില്ലാത്തതായ ഒരു റോഡായി നമുക്കതിനെ കാണാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ വായിച്ച ഈ ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ ഈ 3 വാക്യങ്ങളിലൂടെ നമുക്ക് നൽകി തരികയാണ്. ആ ഭാഗത്തെ നമ്മൾ നോക്കിയാൽ പ്രധാനമായി ഇംഗ്ലീഷിൽ 2 പദപ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് റിന്യൂ എന്നൊരു പദപ്രയോഗം. ആ റിന്യൂ എന്ന പദം നമ്മൾ വിശകലനം ചെയ്താൽ അത് നമ്മൾ കാണുന്നത് ഇറ്റ് മീൻസ് ടു മേക്ക് സംതിങ് ന്യൂ അഗൈൻ, അല്ലെങ്കിൽ ടു റീസ്റ്റോർ ഓർ റീപ്ലനിഷ്. എന്നാൽ റിവൈവ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ടു ബ്രിങ് സംതിങ് ബാക്ക് ടു ലൈഫ്, ടു റീസ്റ്റോർ കോൺഷ്യസ് ഓർ സ്ട്രെങ്ത്. നമ്മുടെ മനസ്സിനെ റീസ്റ്റോർ ചെയ്ത് പഴയ ഒരു നിലയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് റിന്യൂവിങ്, അതാണ് റിവൈവ്. നമ്മുടെ ജീവിതത്തിൽ റിവൈവിലൂടെ സംഭവിക്കുന്ന വസ്തുത അല്ലെങ്കിൽ ഉണർവ് എന്ന് പറഞ്ഞാൽ, ഈ ഉണർവെന്ന വാക്ക്, ആ 3 അക്ഷരം നമ്മൾ എടുത്തു നോക്കിയാൽ ആ ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്നതായ ഒരു സ്ഥലം. ദൈവം നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിലൂടെ ചെയ്യുവാൻ നാം ഒരു ഉയർന്ന പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു ഹൈവേ തലത്തിൽ നമ്മൾ എത്തിച്ചേരണം എന്നാണ് പ്രവാചകൻ ഇവിടെ വിളിച്ചു പറയുന്നത്. ആ തലത്തിൽ എത്തിച്ചേരുവാൻ, ദൈവത്തിന് ഇറങ്ങി വരുവാൻ പറ്റിയ ഒരു പാത
നമുക്ക് ഒരുക്കി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ തേജോമാനായ ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് നമ്മെ ആ പ്രതലത്തേക്ക് ഉയർത്തി പിന്നെ നമ്മൾ കാണുന്നത് പാറകളെ ജലതടാകമാക്കി മാറ്റിയെടുക്കുന്ന ദൈവത്തിൻ്റെ കരവിരുത് നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന വൻപാറകൾ, ജീവിതത്തിൻ്റെ മുൻപാകെ നിൽക്കുന്ന കുഴികൾ, ജീവിതത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന മുള്ളുകൾ, വേലിക്കെട്ടുകൾ, ഇതിനെയൊക്കെ തകർത്ത് ഒരു ജലതടാകമായി നമ്മുടെ ആത്മാവിനെ ശമിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിന് ധൈര്യം പകരുന്ന, നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന ഒരു പുതിയ പാതയിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലാനായി കഴിയും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് 3 വാക്യങ്ങൾ, അതിൽ 3-ാം വാക്യത്തിൽ ഒരു വസ്തുത പറഞ്ഞിട്ട് ആ വാക്യത്തിൻ്റെ വിശകലനം കൊടുത്ത് 5-ാം വാക്യത്തിൽ നിർത്തുകയാണ്. 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രാവർത്തികമാകണമെങ്കിൽ അതായി കഴിഞ്ഞാൽ 5-ാം വാക്യത്തിൽ കാണുന്ന വസ്തുത നമുക്ക് കാണാം. പക്ഷേ 5-ാം വാക്യത്തിൽ കാണുന്ന വസ്തുത നടക്കണമെങ്കിൽ 4-ാം വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ പറ്റൂ. 3-ൽ നിന്ന് 5-ലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല. 4-ലൂടെ തന്നെ നമ്മൾ കടന്നു പോയാലേ പറ്റത്തുള്ളൂ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ 3 വാക്യത്തിൽ നിന്ന് 5-ാം വാക്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ 4-ാം വാക്യത്തിലൂടെ കടന്നു പോകണം എന്ന് നമുക്ക് കാണാനായി കഴിയും. പണ്ട് കാലത്ത് നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഈ കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജനങ്ങൾ ആത്മാർത്ഥയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ ഒന്നിച്ചുകൂടി ഒരു മനസ്സോടെ ദൈവസന്നിധി കടന്നു വന്ന് തങ്ങളുടെ കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ വിടുതലിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലും ആത്മാവിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മുടെ സഭകളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന, അല്ലെങ്കിൽ ഉണർവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാനുള്ള സമയമാണ്, കരയാനുള്ള സമയമല്ല, സന്തോഷിക്കുവാനുള്ള സമയമാണ്. നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. വിലാപത്തോടെ കടന്നു വന്ന് വിലാപത്തോടെ മടങ്ങി പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ടില്ല എന്നത് സമ്മതിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ സന്താപത്തോടെ കടന്നു വന്ന് സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ആത്മാവിലും നമ്മുടെ ശരീരത്തിലും അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കി തീർക്കുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം, ആ അനുഭവത്തെയാണ് ഉണർവല്ലെങ്കിൽ റിവൈവൽ എന്ന പേരിൽ നമുക്ക് കാണാനായി കഴിയുന്നത്. ഇവിടെ പ്രവാചകൻ അതിനുള്ള ഒരു ഫോർമുലയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ പ്രവാചകൻ 4-ാം വാക്യത്തിൽ ഒരു പെരുവഴി അല്ലെങ്കിൽ ഒരു ഹൈവേ ഒരുക്കുവാൻ ദൈവമഹത്വത്തിനായി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഉണർവിനുള്ള ഫോർമുല. ഈ ഫോർമുല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ 3-ൽ നിന്ന് 5-ലേക്കുള്ള നമ്മുടെ വഴി ഏറ്റവും കുറഞ്ഞ രീതിയിൽ ദൈവത്തിന് നമ്മുടെ മുമ്പാകെ കടന്നു വരാനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനും നാം ദൈവത്തിൻ്റെ സന്നിധിയിലായി തീരേണ്ടതുപോലെ നമ്മെ ആക്കി തീർക്കുവാനും കഴിവുള്ള ഒരു ദൈവമാണ് ഈ പകൽക്കാലം നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ വായിക്കുന്ന 4-ാം വാക്യത്തിൽ ആദ്യം വായിക്കുന്നത് എല്ലാ താഴ്വരകളും നികന്നു വരേണം. എവരി വാലി ഷാൽ ബി എക്സോൾട്ടഡ്. ഒരു നികത്തുന്ന ക്രിയ. നമുക്കറിയാം, എല്ലാ താഴ്വരയെന്ന് പറഞ്ഞാൽ, താഴ്വരയെന്ന് പറയുന്നത് കുഴികളാണ്, കുണ്ടുകളുള്ളതാണ്, താഴ്ന്ന പ്രതലമാണ്. ആ താഴ്ന്ന പ്രതലത്തിൽ നിന്ന് ഇവിടെ പറയുന്നത് ഉയർന്നു വരണം. പെട്ടെന്ന് മനസ്സിലാക്കാൻ, കേരളത്തിൽ നിന്ന് വന്ന നമുക്കറിയാം, കേരളത്തിലെ റോഡുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മഴ പെയ്താൽ പിന്നെ നമ്മൾ കാണുന്നത് റോഡിൽ മുഴുവൻ കുഴികളും കുണ്ടുമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ഒരുപക്ഷെ വാർത്തകൾ കണ്ടിട്ടുണ്ടാകും. ആ കുഴിയിൽ വാഴ കൊണ്ട് നടന്നവരുണ്ട്, ആ കുഴിയിൽ ഇറങ്ങി നിന്ന് കുളിക്കുന്നവരുണ്ട്, ആ കുഴിയിൽ ഇറങ്ങി നിന്ന് തുണി കഴുകുന്നവരുടെയൊക്കെ ചിത്രങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് കുണ്ടും കുഴിയുമായി കിടന്നപ്പോൾ ചിലർ അതിനുവേണ്ടി ചെയ്തത് വീഡിയോ ആക്കി വൈറലാക്കിയ ഒത്തിരി വാർത്തകൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ടാകും. ആ കേരളത്തിലെ റോഡുകൾ പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്
ആ താഴ്വരകൾ നിവർന്നു വന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ തേജസ്സിന് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയത്തുള്ളൂ. കേരളത്തിലെ ആ റോഡിന് വന്ന വ്യത്യാസമെന്ന് പറയുന്നത്, ഈ കുണ്ടും കുഴിയും ഒന്ന് വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ എവിടെയാണ് കുഴിയെന്നറിയാൻ പറ്റില്ല, എവിടെയാണ് കുണ്ടെന്നറിയാൻ പറ്റില്ല. ആ കാരണത്താൽ തന്നെ ഒരു മഴക്കാലമാകുമ്പോൾ എത്ര ജീവിതങ്ങളാണ് ഈ റോഡിൽ പൊലിഞ്ഞു പോകുന്നതെന്ന് വാർത്തകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്കൂട്ടറിൽ പോകുന്നവർ അറിയാതെ ആ കുഴിക്കകത്ത് നിന്ന് വിടുക, സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകെ ഇരിക്കുന്ന ഭാര്യ കുഴിയിൽ വീഴുന്ന, മുമ്പിലിരിക്കുന്ന ഡ്രൈവർ സ്കൂട്ടറിൽ പിടിച്ചിട്ടുണ്ട്, പുറകിരിക്കുന്ന ഭാര്യ ഒരുപക്ഷെ മുമ്പിലിരിക്കുന്ന ഭർത്താവിൻ്റെ ദേഹത്ത് കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കുഴിയിൽ വീഴുമ്പോൾ തെറിച്ചു പോകുക, അടുത്തൂടെ വന്ന ലോറിയുടെയും ബസ്സിൻ്റെ അടിയിൽ പോയി അന്നേരം തന്നെ മരിച്ചുപോയ ജീവിതങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് കുണ്ടും കുഴിയും ജീവിതത്തിലുണ്ടാക്കുന്നതായ പ്രത്യാഘാതങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ അപകട മരണങ്ങൾക്കൊക്കെ കാരണം റോഡ് കുഴി നിറഞ്ഞതായി മാറ്റപ്പെട്ടു. അതിനെ വേണ്ട സമയത്ത് അതിന് വേണ്ടതായ മറ്റു പരിപാടികൾ ചെയ്ത് അതിന് വേണ്ട ക്രമീകരണം ചെയ്യുവാൻ സർക്കാർ ഇടപെട്ടില്ല എന്ന കാരണത്താലാണ് ഈ ജീവിതങ്ങളൊക്കെ പൊലിഞ്ഞു പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്നത്, ഈ റോഡുകൾ ഈ കുഴി വന്നു കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന തലത്തിൽ നിന്ന് താഴേക്ക് പോയി കുഴി. ആ കുഴി പിന്നെ നികന്ന് വരണം റോഡ് ചൊവ്വാവണമെങ്കിൽ. എങ്കിൽ മാത്രമേ സ്പീഡിൽ വരുന്ന കാറിനും സ്കൂട്ടറിനും സൈക്കിൾ യാത്രക്കാരനും ഒക്കെ നേരെ ചൊവ്വേ കടന്നു പോകാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കുഴികളുണ്ടെങ്കിൽ, കുണ്ടുകളുണ്ടെങ്കിൽ, ആ കുണ്ടിലും കുഴിയിലും കൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് ഇറങ്ങി വരാൻ കഴിയില്ല. അത് നികത്തേണ്ട ചുമതല നമുക്കുള്ളതാണ്. ദൈവം അത് നികത്തത്തില്ല, നമ്മളതിനെ നികത്തി കൊടുക്കണം. നമ്മളത് നികത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത തലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന തലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മാനസികമായി പീഡകൾ അനുഭവിക്കുന്ന തലങ്ങൾ, ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ തേജോമാനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമായിരിക്കുമ്പോൾ ആ മാനസിക പിരിമുറുക്കത്തോടെ വിട്ടുകളയാതെ നിൽക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് ആ കുഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. നമ്മൾ ഒരുക്കമുള്ള ഒരു ഹൃദയത്തോടെ, ഒരുക്കമുള്ള ഒരു മനസ്സോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമെങ്കിൽ ദൈവത്തിന് ഇറങ്ങി വരുവാൻ കഴിയും. അത് നികന്നു വന്ന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാനായി കഴിയും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. മാനുഷികമാണ്, ആർക്കും കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നാം അതിനെ ഇറക്കി വെക്കുവാൻ നീറ്റുന്ന അനുഭവങ്ങളാണെങ്കിലും അതിനെ ദൈവസന്നിധിയിൽ ദൈവിക ഉണർവിന് വേണ്ടി അതിനെ നീക്കി വെക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, ദൈവത്തിൻ്റെ സാമീപ്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവം അതിനെ നികത്തിയെടുക്കുമ്പോൾ പാറയെ ജലതടാകമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരവിരുത് നമുക്ക് കാണാനായി കഴിയും. അപ്പോൾ കുഴിഞ്ഞു കിടക്കുന്ന കുഴികളെ നമ്മൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യം നടക്കത്തുള്ളൂ. നമ്മളൊക്കെ ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുന്നവരാ. നമ്മുടെ ഇവിടെ പല്ലിന് ക്യാവിറ്റി വന്നാൽ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലും. ഡെൻറ്റിസ്റ്റ് ആ ക്യാവിറ്റിയെ അദ്ദേഹത്തിൻ്റെ ഉള്ള ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ഒന്നുകൂടി അതിനെ തുറന്നിട്ട് അതിനെ ഫില്ല് ചെയ്യും. നമ്മളപ്പോൾ ആ ഡെൻറ്റിസ്റ്റ് നമ്മളോട് സ്നേഹം കൂടിയിട്ട് പറയുക എന്ന് വിചാരിക്കുക, ഒരു കാര്യം ഞാൻ ഈ ഡ്രില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഞാൻ ആദ്യം അവിടെ ഇഞ്ചക്ട് ചെയ്ത് മയക്കണം, പിന്നെ ഡ്രില്ല് ചെയ്യുമ്പോൾ ഒരുപക്ഷെ എനിക്ക് വേദന ഉണ്ടാവും, അത് കഴിഞ്ഞ് ഞാൻ ഫില്ല് ചെയ്താലും ആ വേദന നിങ്ങളെ അവിടെ മയപ്പെടുത്തിയത് അത് അല്പം മാറിക്കഴിയുമ്പോൾ വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ചില മണിക്കൂറുകൾ അവിടെ വെച്ച് ചവയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡ്രില്ല് ചെയ്യാതെ ഞാനത് ഫില്ല് ചെയ്ത് വിട്ടേക്കാമെന്നൊരു ഡെൻറ്റിസ്റ്റ് പറഞ്ഞാൽ അന്നേരം സ്ഥലം വിട്ടോണം. കാരണം ഡ്രില്ല് ചെയ്ത് അവിടെയുള്ള വൃത്തികേടുകളൊക്കെ മാറ്റിയെടുത്താലേ പറ്റുള്ളൂ. ഡ്രില്ല് ചെയ്യുന്നെന്ന് പറയുന്ന പരിപാടി ഒരല്പം പെയിനുള്ളതാണ്.
അത് നമ്മൾ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി അവർ നമ്മുടെ മോണയ്ക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. ആ പെയിനും നമ്മൾ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് പല്ലിൻ്റെ കുഴികൾ ഫില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കുഴികളിലുള്ള വൃത്തികേടുകളൊക്കെ എടുത്തു മാറ്റി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഉണർവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കി വെക്കുന്ന സമയമാണ്. രണ്ടാമത് വായിക്കുന്നത്, എല്ലാ മലയും എല്ലാ കുന്നും താഴ്ന്നു വരണം. എവരി മൗണ്ടൻ ആൻഡ് ഹിൽ ഷാൽ ബി മെയ്ഡ് ലോ. കുന്നുകൾ, ജീവിതത്തിൽ പലപ്പോഴും കുന്നുകളും താഴ്വാരങ്ങളും ഉണ്ടാകാറുണ്ട്. ഇവിടെ പ്രവാചകൻ പറയുന്നത് എല്ലാ കുന്നും താഴ്ന്നു വരണം, ഉയർന്നിരിക്കുന്ന അവസ്ഥകൾ താഴ്ന്നു വരണം. നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള നമ്മുടെ മനസ്സിലുള്ള വലിയ ഒരു ചിന്താഗതി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഇന്നായിരിക്കുന്ന ആ പരിതസ്ഥിതി, നമ്മുടെ സാമ്പത്തികം, ഇതെല്ലാം നമ്മളൊരു പ്രൗഢോടുകൂടെ നമ്മൾ നോക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, ഉയർന്ന തലത്തിലാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിലൂടെ പറയുക, അത് താഴ്ന്നു വന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ തേജസ്സിന് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഇത് താഴ്ന്നു വരണം. ദൈവിക ഉണർവിന് തടസ്സമായി നിൽക്കുന്ന വസ്തുതകൾ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ലോകത്തിലെ ഒരു ചെറിയ വിമാനമാണ് ഒറ്റ എഞ്ചിനുള്ള ടെക്സാസ് എയർക്രാഫ്റ്റ് കോൾട്ട് COLT എന്ന് പറയുന്ന വിമാനം. ഒറ്റ എഞ്ചിനാണ് ആ പ്ലെയിനുള്ളത്. ഈ ഒറ്റ എഞ്ചിനുള്ള പ്ലെയിനിന് അതിനാകെയുള്ള വിലയെന്ന് പറയുന്നത് $167,000 ഉള്ളൂ. ഒരുപക്ഷെ ഇപ്പോൾ ചിലർ വിചാരിക്കും എനിക്ക് വന്നാലോ പ്ലെയിൻ വാങ്ങിച്ചാൽ കൊള്ളാമല്ലോ എന്ന്. അത്രേ വിലയേ ഉള്ളൂ ഈ പ്ലെയിനിന്. മാത്രമല്ല അത് 100 ഹോഴ്സ് പവറേ ഉള്ളൂ ആ പ്ലെയിനിന്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാറിനൊക്കെ 300, 350 അല്ലെങ്കിൽ 200 മുകളിലൊക്കെ ഉള്ള ഹോഴ്സ് പവറാണ്. ഈ പ്ലെയിനിന് 100 ഹോഴ്സ് പവറേ ഉള്ളൂ. ഇത്രയും വിലയേ ഉള്ളൂ. ഈ പ്ലെയിനിന് ടേക്ക് ഓഫ് ചെയ്യാൻ 1085 ഫീറ്റ് ലോങ് റൺവേ മതി ഇതിന് ടേക്ക് ഓഫ് ചെയ്യാൻ. പക്ഷേ ഈ പ്ലെയിൻ എവിടെ നിൽക്കുക? നേരെ മറിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ ഡാളസിൽ ചെന്നിട്ട് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ A380-800 പ്ലെയിനിൽ നിങ്ങൾ നാട്ടിലേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക. ആ നാട്ടിലേക്ക് പോകുന്ന പ്ലെയിനിന് 4 റോൾസ് റോയ്സിൻ്റെ 4 എഞ്ചിനാണ് ഉള്ളത്. ഈ 4 എഞ്ചിനുള്ള പ്ലെയിനിന് അതിൻ്റെ വിലയെന്ന് പറയുന്നത് $446 മില്യൺ ഒരു പ്ലെയിനിൻ്റെ വില. ആ പ്ലെയിൻ ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും എക്കോണമിയും കൂടെ 525 സീറ്റുണ്ട്. അതിനെ മുഴുവൻ എക്കോണമി ആയിട്ട് കൺവെർട്ട് ചെയ്താൽ 825 സീറ്റ് പാസഞ്ചേഴ്സിനെ ഈ പ്ലെയിനിന് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും. ഈ റോൾസ് റോയ്സിന് ഇത് 2500 കാറിൻ്റെ, ഇന്നത്തെ മോഡേൺ 2500 കാറിനുള്ള ഹോഴ്സ് പവറാണ് ഈ എമിറേറ്റ്സിൻ്റെ A380ക്കുള്ളത്. ഈ പ്ലെയിൻ പോകണമെങ്കിൽ ഇതിന് അതിൻ്റെ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 12,300 ഫീറ്റ് റൺവേ വേണം. ഈ 2 പ്ലെയിനും 2 ദൂരത്തിലുള്ള റൺവേ വേണം. പക്ഷേ ഈ 2 പ്ലെയിൻ്റെയും പ്രത്യേകത, ഒരെണ്ണത്തിൽ ഒരാൾക്കേ കയറാൻ പറ്റത്തുള്ളൂ, മറ്റതിൽ 875 പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാം. പക്ഷേ ഈ 2 പ്ലെയിനും പോകണമെങ്കിൽ ഈ 2 പ്ലെയിൻ്റെ റൺവേ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും റൺവേയിൽ കുഴിയുണ്ടെങ്കിൽ പ്ലെയിൻ ഗേറ്റിൽ കിടക്കത്തേ ഉള്ളൂ. അത് എമിറേറ്റ്സിൻ്റെ 380 ആയാലും കോൾട്ട് ആയാലും അത് ഗേറ്റിൽ കിടക്കത്തേ ഉള്ളൂ. റൺവേയുടെ ഓടിപ്പോകില്ല. അത് തറയിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങില്ല. തറയിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങണമെങ്കിൽ റൺവേ ക്ലിയർ ആയിരിക്കണം, റൺവേ സ്മൂത്ത് ആയിരിക്കണം, റൺവേ ലെവലായിരിക്കണം. ലെവലായിരിക്കുന്ന റൺവേ കൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാ മലയും കുന്നുമൊക്കെ ഇത് ലെവൽ ചെയ്ത് വരണം, എങ്കിലേ എയർബസ് ആയാലും കോൾട്ട് ആയാലും മുകളിലേക്ക് പോകത്തുള്ളൂ. താഴ്വരം നികന്നു വരണം, മലയും കുന്നും താഴ്ന്നു വരണം. നമ്മുടെ മലയും കുന്നും
നമ്മുടെ താഴ്വര എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ അവിശ്വാസമാണോ, ദൈവത്തോടുള്ള നമ്മുടെ അളവറ്റ സ്നേഹമാണോ, ദൈവത്തോടുള്ള അടുപ്പമാണോ, ദൈവത്തെ സ്നേഹിക്കുന്നതിലുള്ള കുറവാണോ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വെൽക്കുന്നതുള്ള അവിശ്വാസക്കുറവാണോ, എന്താണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇതൊക്കെ ആണെങ്കിൽ അതൊക്കെ നിരത്തിയെടുത്താൽ മാത്രമേ നേരെ പോകത്തുള്ളൂ. ഹൈവേ എപ്പോഴും നേരെ ചൊവ്വേ കിടക്കുന്ന, നമ്മുടെ നാട്ടിലെ MC റോഡ് ട്രിവാൻഡ്രത്ത് നിന്ന് കൊട്ടാരക്കര വഴി അടൂർ വഴി ചെങ്ങന്നൂർ വഴി കിടക്കുന്ന MC റോഡ് കിടക്കുന്ന പോലെ ഹൈവേക്ക്, നാഷണൽ ഹൈവേക്ക് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ചേർത്തല വഴി പോകുന്ന റോഡിന് കിടക്കാൻ പറ്റില്ല. അത് സ്ട്രെയിറ്റ് റോഡാണ്. MC റോഡ് വളഞ്ഞു തിരിഞ്ഞാൽ പോകുന്നത്. ഈ റൺവേ ശരിയാണെങ്കിൽ നേരെയുള്ള റൺവേ കൂടെ ആണെങ്കിലേ പ്ലെയിന് പോകാനൊക്കത്തുള്ളൂ. വളഞ്ഞ റൺവേ കൂടെ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നേരെ ചൊവ്വേ വരണം. മൂന്നാമത് കാണുന്നത് വളഞ്ഞത് ചൊവ്വായിട്ട് വരണം. ദ ക്രൂക്കഡ് ഷാൽ ബി മെയ്ഡ് സ്ട്രെയിറ്റ്. ഇത് നേരെയാക്കുന്ന പരിപാടിയാണ്. വളഞ്ഞ് കിടക്കുന്നതിനെ നേരെയാക്കണം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് വരുമ്പോൾ ആ കഴക്കൂട്ടം ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വളഞ്ഞു തിരിഞ്ഞുള്ള റോഡായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായി, ഒരു 10-15 വർഷത്തിൽ കൂടുതലായി ആ ഭാഗം നല്ല ഒന്നാം തരം ഹൈവേ ആക്കി നേരെ ട്രിവാൻഡ്രത്തിൽ അല്ലാതെ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സുന്ദരം ഹൈവേ ആക്കിയെടുത്തു. ആ ഹൈവേ ആക്കിയെടുത്തതിന് മുമ്പുള്ള റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. കുളത്തൂർ വഴി താഴ്ന്ന വെള്ളത്തിൻ്റെ ചാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി വളഞ്ഞ് തിരിഞ്ഞ് കിടന്ന റോഡിനെ നേരെ സ്ട്രെയിറ്റ് ചെയ്ത് വീതി കൂട്ടി താഴ്ന്ന ഭാഗങ്ങളെല്ലാം പൊക്കിയെടുത്ത് ഉയർന്ന സ്ഥലങ്ങളെല്ലാം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നേരെ വെച്ചപ്പോൾ ഈ കാറിനും ലോറിക്കും ബസ്സിനുമൊക്കെ മാക്സിമം സ്പീഡിൽ ഈ ഹൈവേ കൂടെ ചീറിപ്പാഞ്ഞു പോകാൻ പറ്റും. ഈ ടെക്സാസിൽ 80 മൈൽ സ്പീഡിൽ പോകാനുള്ള കാരണം റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ്. ഈ റോഡ് ലോക്കൽ സ്ട്രീറ്റ് പോലെ വളഞ്ഞു തിരിഞ്ഞ് കിടന്നെങ്കിൽ 80 മൈൽ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞത് വളഞ്ഞത് ചൊവ്വായിട്ട് തീരണം. ദൈവത്തിന് വേണ്ട ഹൈവേ റെഡി ആകണമെങ്കിൽ ജീവിതത്തിൽ വളഞ്ഞു കിടക്കുന്ന അവസ്ഥകൾ ചൊവ്വായിട്ട് മാറിയാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. അല്ലാതെ കോഴിക്കോട് വയനാട് റോഡ് കിടക്കുന്നത് പോലെ ചുരത്തിൽ കൂടെ കയറിപ്പോകുന്ന വഴി കൂടെ ഹെയർപിൻ വളവിലൂടെ ഹൈവേ ഉണ്ടാക്കാൻ പറ്റില്ല. നേരെയുള്ള വഴിയായിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ദുർഘടങ്ങൾ, നാലാമത്തത് ദുർഘടങ്ങൾ സമമായി തീരണം. ഇത് സ്മൂത്ത് ചെയ്യുന്ന പരിപാടിയാണ്. പെട്ടെന്ന് ഈ രാജ്യത്ത് പാർക്കുന്നവർക്ക് പെട്ടെന്നറിയാം. നമ്മളീ കടന്നു പോകുന്ന റോഡ് ചില സമയമാകുമ്പോൾ റോഡിൻ്റെ പണി ചെയ്യുന്ന കൂട്ടർ വന്ന് വലിയ മെഷീനൊക്കെ കൊണ്ടുവന്നിച്ച് റോഡ് ചീകി എടുത്തു കഴിഞ്ഞിട്ട് അവിടെ അവരുടെ ബോർഡ് വെക്കും, സ്ലോ ഡൗൺ, റോഡ് വർക്ക് ഹെഡ് എന്നും പറഞ്ഞ് ബോർഡൊക്കെ വെക്കും. അവിടെ 80 മൈൽ സ്പീഡിൽ വന്നവർക്ക് ബോർഡ് വെക്കും. 40 മൈൽ അല്ലെങ്കിൽ 50 മൈൽ സ്പീഡിലേ മാക്സിമം പോകത്തുള്ളൂ. ഡബിൾ ഫൈനാണ്. അല്ലെങ്കിൽ എന്താ അവിടെ കാരണം? ആ വന്നുകൊണ്ടിരുന്ന സ്പീഡിൽ നിന്ന് ഇവിടേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം റോഡിന് മറ്റെന്തോ പ്രത്യേകത, ഒരു വല്ലാത്ത ഫീലുണ്ട് ആ റോഡിൽ കൂടെ പോകാൻ. ആ റോഡിൽ കൂടെ ഫീലുള്ള ആ റോഡ് ചില ദിവസങ്ങൾ കഴിയുമ്പം വീണ്ടും അവർ സ്മൂത്താക്കി തീർക്കും. ആ ദുർഘടമായിരുന്ന അവസ്ഥയിൽ നിന്ന് സ്മൂത്ത് ചെയ്യുന്ന ഒരു പരിപാടി. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദുർഘടങ്ങൾ സമമായി തീരണം. ആ ദുർഘടങ്ങൾ സമമായി തീർന്നാൽ അവിടെ നിൽക്കുന്ന ആ മുഴ പോലെ നിന്ന ചെറിയ പരുപരിപ്പൊക്കെ മാറ്റി സ്മൂത്തായി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത് പോലെ നല്ല കാറിലൊക്കെ യാത്ര ചെയ്താൽ ഒരു കുലുക്കം ഒന്നും അറിയാതെ നമ്മൾ അതുവഴി പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രവാചകൻ പറയുന്ന എല്ലാ താഴ്വരയും നികരാതെ, എല്ലാ മലയും എല്ലാ കുന്നും താഴാതെ, വളഞ്ഞത് ചൊവ്വായി തീരാതെ, ദുർഘടങ്ങൾ സമമായി തീരാതെ ഈ പെരുവഴി അല്ലെങ്കിൽ ഈ വിശാല വഴി, ഈ ഹൈവേ ഉണ്ടാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നേരെയാക്കാതെ റൺവേ, നമ്മുടെ ജീവിതത്തിൻ്റെ റൺവേ ശരിയാക്കാതെ ഇരുന്നാൽ ദൈവത്തിൻ്റെ തേജസ്സിന് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ, പ്രവർത്തിപ്പാൻ കഴിയില്ല.
അത് പ്രവർത്തിക്കുവാൻ നാം ഒരു ഒരുക്കമുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമെങ്കിൽ നമ്മെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തത് പാറയെ ജലതടാകമാക്കി മാറ്റിയെടുക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്കിടയായി തീരും. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം ഈ 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ് മരുഭൂമിയിലെ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവീൻ. കർത്താവിന് വേണ്ടി നമ്മൾ ആ വഴി ഒരുക്കുവാൻ ചില കാര്യങ്ങൾ 4-ാം വാക്യത്തിലൂടെ ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് 5-ാം വാക്യത്തിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടും. യഹോവയുടെ മഹത്വം, നേരത്തെ വെളിപ്പെടാതിരുന്ന യഹോവയുടെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ ബാക്കി ആ അധ്യായം നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കിയാൽ മതി. ആ മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന സംഭവ വികാസം വിവരിപ്പാൻ സമയമില്ല. നിങ്ങൾ തന്നെ താഴേക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. ഈ ദൈവം ബലശാലിയായിട്ട് ഇറങ്ങി വരികയാണ്. ഈ വിശാല വഴി ഹൈവേ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കഴിയുന്നത് നമ്മുടെ കർത്താവ് 10-11 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ബലശാലിയായി ഇറങ്ങി വരും. ബിഹോൾഡ് ദ ലോർഡ് ഗോഡ് വിൽ കം വിത്ത് സ്ട്രോങ് ഹാൻഡ്. നമ്മെ പിടിക്കുവാൻ ശക്തനായ കരത്തോടെ ബലശാലിയായ ഒരു ദൈവം ഇറങ്ങി വരുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പിന്നെ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. ഇതൊക്കെ ചെയ്യുമെന്ന് വായിക്കുന്ന ഭാഗങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എന്നെ പകൽക്കാലം കേട്ട പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും അനുഭവിച്ചറിയുവാൻ ഈ പകൽക്കാലം ദൈവം ഇടയാക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ എനിക്ക് സമയം തന്ന് ദൈവദാസനോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. ദൈവം നമ്മെ ആശീർവദിക്കും.